ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID മെസ്സഞ്ചറിലല്ല കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും അതോടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊന്ന് കയറി നോക്കണം. അതിനകത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. റെയിൻബോ റൺ എന്ന ഒരു പ്രോഗ്രാമിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആ വീഡിയോയ്ക്ക് കയറി ലൈക്കും ചെയ്യണം. മാക്സിമം ഒന്ന് ഷെയർ ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഹരിത പോസിറ്റീവ് ലോലിപോപ്പ് എന്നാണ് ഇൻസ്റ്റഗ്രാം ID പേര്. ഞാൻ കമന്റ് ബോക്സിൽ ആദ്യത്തെ കമന്റ് തന്നെ ഇട്ടിട്ടുണ്ട്, പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പൊ ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ. അപ്പൊ ഏതായാലും തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ രേവതി അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ്. ഇതുവരെ വർഷയും ശ്രീകാന്തും എത്തിയിട്ടില്ല. അങ്ങനെ പതുക്കെ നേരെ അമ്പലത്തിനകത്തേക്ക് കയറി ചെന്നു. ഇതേ സമയം വർഷയുടെ ശ്രീകാന്തിന്റെ താലികെട്ടൽ ചടങ്ങ് കഴിഞ്ഞു. താലികെട്ട് കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മുടെ രേവതി അകത്തേക്ക് കയറി പോകുന്നത്. കുറെ നേരം രേവതി കാത്തു നിന്നിട്ടാണ് അകത്തേക്ക് കയറി പോയത് കേട്ടോ. അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴത്തേക്കും അവിടെ വിവാഹം നടക്കുകയാണല്ലോ. അപ്പം വിവാഹം ഇങ്ങനെ ഒരു വിവാഹം ഉണ്ട് എന്നിങ്ങനെ അടുത്തുള്ളൊരു ചേച്ചി പറയുകയും ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. ആ വിവാഹം നടക്കുന്ന അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷെ ആ നിമിഷം ഒന്ന് ശ്രദ്ധിക്കുമായിരുന്നുവെങ്കിൽ താലി കെട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ചിലപ്പോൾ എത്താൻ കഴിഞ്ഞേനെ. അങ്ങനെ മൈൻഡ് ചെയ്തില്ല നമ്മുടെ രേവതി. അങ്ങനെ അമ്പലത്തിലൂടെ ചുറ്റിക്കറങ്ങി ചെന്ന് നോക്കുമ്പോഴാണ് ആ കല്യാണം നേരിൽ കാണുന്നത്. നമ്മുടെ രേവതി താലി കെട്ടി കഴിഞ്ഞിരിക്കുന്നു, സിന്ദൂരം ചാർത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വർഷ ശ്രീകാന്തിന്റെ വധുവായി കഴിഞ്ഞിരിക്കുന്നു. ശേഷമാണ് രേവതി കാണുന്നത്. രേവതി അങ്ങ് അന്താളിച്ചു പോയിട്ടോ. അന്താളിച്ചെന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ഈ മനസ്സിന്നൊക്കെ എന്തോ ഒരു ഇടി ഇങ്ങനെ വെട്ടി കയറി വരൂല. ആ ഒരു അവസ്ഥയായി പോലും. നമുക്ക് ഈ കാണാത്ത കാര്യങ്ങൾ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഉള്ള ഒരു ആ അവസ്ഥയാണ് രേവതിക്ക്. രേവതി ഒരു മിനിറ്റ് നേരം സ്തംഭിച്ച് അവിടെ നിന്നു. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പൊ ഈ ഒരു സമയത്താണ് രജിസ്റ്റർ ഒപ്പിടണം, അതിന് സാക്ഷി വേണം. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ രജിസ്റ്റർ എടുത്തോണ്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ രേവതി അവിടെ ചെന്നു. രേവതി ചോദിച്ചു, എന്താ ശ്രീകാന്തെ നീ കാണിച്ചത്? ഇതെന്താ ഞാൻ കാണുന്നത്? സത്യമാണോ അതോ സ്വപ്നമാണോ? നീ എന്നെ ചതിച്ചതാണോ ശ്രീകാന്തെ എന്ന് ചോദിച്ചുകൊണ്ട് രേവതി അങ്ങ് കരയാൻ തുടങ്ങിട്ടോ. രേവതിക്ക് വേറെ അവിടെ ഒരു നിവൃത്തിയില്ല. കരയല്ലാതെ രേവതിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കാണ് രേവതി നോക്കിയപ്പോ ദേവു അവിടെ നിൽക്കുന്ന കണ്ടത്. ദേവു നിൽക്കുന്ന കണ്ടതും ദേവുവിന്റെ നേരെ ചെന്നിട്ട്, നിനക്കും കൂടെ അറിയായിരുന്നു ഈ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ചേച്ചി എന്ന് പറയുകയും അതിനു മുമ്പായിട്ട് തന്നെ ദേവുവിനെ തലങ്ങനും വിലങ്ങനും ഇട്ട് അടിക്കുകയാണ് കേട്ടോ. അപ്പൊ വർഷ നേരെ ഓടി ചെന്നു. വർഷ പറഞ്ഞു, അയ്യോ രേവതി ചേച്ചി, ദേവുവിനെ ഒന്നും ചെയ്യരുത്, അവള് തെറ്റുകാരിയല്ല, അവളൊന്നും ചെയ്തിട്ടില്ല, പ്ലീസ് അവളെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞപ്പം വർഷേ മാറി നിൽക്കാൻ പറഞ്ഞു. ഇത് ഞാനും എൻ്റെ അനിയത്തിയും തമ്മിലുള്ള കാര്യങ്ങളാ, അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം, അതിൽ നീ കൂടുതൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. ഇതുകൂടെ കേട്ട് കഴിയുമ്പോൾ വർഷയ്ക്കും എന്തോ പോലെ ആയിപ്പോയി. വർഷയ്ക്ക് പിന്നെ ഇടപെടാൻ പറ്റുമോ? അങ്ങനെ രേവതി ചോദിച്ചു, നീ എന്തിനാടി നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? നീ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? നീ ആരാ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാനായിട്ട്? എടി നീ കാരണം ഒരു കുടുംബമാണ് നശിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീകാന്തി എന്ന് രേവതിയോട് പറഞ്ഞു, പ്ലീസ് എടത്തി ഒന്നും ചെയ്യരുത്, ദേവുവിനെ ഒന്നും ചെയ്യരുത്, അവക്കിത് പറ്റില്ലെന്ന് പറഞ്ഞതാ, ഞാൻ അവളെ കൊണ്ട് നിർബന്ധിച്ച് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു. എന്തിനാ ശ്രീകാന്തെ ഈ കൊടും ചതി നീ എന്നോടും എൻ്റെ കുടുംബത്തിനോടും ചെയ്തത്? ഇവൾ ഈ കല്യാണത്തിന് കൂട്ടുനിന്നെന്ന് അറിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത് ശ്രീകാന്ത് നിനക്കറിയാലോ. അതൊന്നും നീ ചിന്തിക്കണ്ട. നീ നിന്റെ അച്ഛനെ കുറിച്ചൊന്ന് ചിന്തിച്ചോ? നിന്റെ അച്ഛനെ കുറിച്ച് നീ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നീ ഈ വിവാഹത്തിന് തയ്യാറാവില്ലായിരുന്നു. അതെ, ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി കല്യാണം കഴിച്ച് എല്ലാം നേടാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അതൊരിക്കലും ശരിയല്ല. വീട്ടുകാരും സമ്മതിച്ച് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി നിന്ന് വിവാഹം കഴിക്കാന്ന് പറഞ്ഞാലേ അതിനൊരു യോഗം വേണം. എന്താടാ ശ്രീകാന്തെ നിന്റെ അച്ഛന് നീ മനസ്സിൽ വിചാരിക്കാത്തെ? നിന്റെ ഏട്ടന് നീ വിചാരിക്കാത്തെ? എന്റെ ഈശ്വര, സച്ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാകും. ആരെങ്കിലും തല്ലി മരിക്കും. നീ അതുമല്ല ഓർത്തോ? നീ എന്താടാ ഇതൊന്നും ഓർക്കാതെ നീ ഇതൊക്കെ ചെയ്തത്? നിന്നെക്കുറിച്ച് നിന്റെ അച്ഛൻ എന്തൊക്കെ ഒരിതുണ്ടായിരുന്നെന്ന് അറിയാമോ? നിന്നെക്കുറിച്ച് ഉള്ള പ്രതീക്ഷ മുഴുവനും ഉണ്ടായിരുന്നത് അതെല്ലാം നീ ഒറ്റ ദിവസം കൊണ്ട് തല്ലി തകർത്തില്ലേടാ. എങ്കിലും പക്ഷെ നിനക്കെങ്കിലും കുറച്ച് പ്രായവും പക്വതയൊക്കെ ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. നീ പ്രായത്തിനനുസരിച്ചുള്ള പക്വത കാണിക്കുന്നു ഞാൻ വിചാരിച്ചു. അറിയാമോ, ഇവനുണ്ടല്ലോ ഈ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് വന്നത് നിന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാ. എന്നിട്ട് ഞാനിപ്പോ കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള വിവാഹം
പറ്റില്ല, ഒരിക്കലും ഒരിക്കലും ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ സച്ചേട്ടനെ വിളിക്കാൻ പോവാ, ഞാൻ ഇപ്പൊ തന്നെ അച്ഛനെ വിളിക്കാൻ പോവാ, ഇത് അറിയിക്കാൻ പോവാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വർഷം മുമ്പിലേക്ക് ചാടിയിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ചേച്ചി ആരും വിളിച്ചു പറയരുത്. ഇപ്പൊ ഞാൻ ശ്രീകാന്തിന്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കഴുത്തിൽ കയറേ വീഴത്തോളായിരുന്നെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് ശ്രീകാന്ത് പറഞ്ഞു, കണ്ടില്ലേ ഏടത്തി കണ്ടില്ലേ വർഷ പറയണത്, അവൾ ഇത് തന്നെ എപ്പോഴും പറയുന്നത്. അവളെ ഞാൻ കൊലയ്ക്ക് കൊടുക്കണമെന്നാണോ ഏടത്തി പറയുന്നത്? ഒരിക്കലും എനിക്ക് പറ്റില്ല. എൻ്റെ അച്ഛനെയും അമ്മേനെയും ഏട്ടനെയൊക്കെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഇവളെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതൊരു തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ഇത് ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് പൊറുക്കാനുള്ള മനസ്സ് ഏടത്തി കാണിക്കണോ ഏടത്തി എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ വിഷയം നടന്നുകൊണ്ടിരുന്നപ്പോൾ ശാന്തി വന്നിട്ട് ചോദിച്ചു, തിരുമേനി വന്നിട്ട് ചോദിച്ചു, ഇത് എന്താ രേവതി എന്ന് ചോദിച്ചു. അല്ല രേവതി ഇവരെ അറിയുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനിയനായതെന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ അനിയനോ? അല്ല ദേവു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, ദേവുവിൻ്റെ ഫ്രണ്ടാണെന്നാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഇവളാ ഇതിനെല്ലാത്തിനും കാരണം. ഇവൾ ഒറ്റയൊരുത്തിയാ. എടി നീ ഇതുകൊണ്ടാണല്ലേ അമ്മേനെ ഇവിടുന്ന് മാറ്റിയത്. നീ മനഃപൂർവ്വം അമ്മേനെ മാറ്റിയതല്ലേ? നീ അമ്മയ്ക്ക് ആ ഒരു ബസ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തപ്പോഴത്തേക്കും തന്നെ എനിക്ക് തോന്നി ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന്. എടി നീ എന്തിനാടി കൊലച്ചതി എന്നോട് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ദേവുവിനെ തല്ലാൻ തുടങ്ങിയപ്പോൾ തിരുവേനി പറഞ്ഞു, നിർത്ത് രേവതി നിർത്ത്, വേണ്ട ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. കാരണം ഇത് നല്ലൊരു നിമിഷമാണ്, അറിയാലോ, ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടായ നല്ലൊരു നിമിഷം. അത് പക്ഷെ വീട്ടുകാരെ വേദനിപ്പിച്ചേക്കാം, വേണ്ടപ്പെട്ടവരെ വേദനിപ്പിച്ചേക്കാം, പക്ഷെ ദൈവമായിട്ടാണ് ഇവർ ഒന്നിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട രേവതി. അവര് ചിലപ്പം ദൈവത്തിന്റെ മുമ്പിൽ തെറ്റുകാരല്ലായിരിക്കാം. അതുകൊണ്ട് ഞാൻ പറയാ, അതുകൊണ്ടായിരിക്കാം ഒരു നിമിത്തം കൊണ്ട് ഈ വിവാഹം ഇപ്പൊ കഴിഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ഒരു കുറച്ചു നേരത്തെ രേവതി വരികയായിരുന്നെങ്കിൽ ഈ വിവാഹം കഴിയില്ലായിരുന്നുവല്ലോ. അപ്പൊ പിന്നെ എല്ലാം ദൈവത്തിന്റെ വിനിയോഗമായിട്ട് കണ്ടിട്ട് ഒരു കാര്യം ചെയ്യേ, രേവതി തന്നെ സാക്ഷിയായിട്ട് ഈ രജിസ്റ്ററിൽ അങ്ങോട്ട് ഒപ്പുവെക്കാൻ പറഞ്ഞു. രേവതി ചോദിച്ചു, എന്താ തിരുമേനി പറയുന്നത്? ഞാൻ ഒപ്പുവെക്കാനോ? ഇല്ല, ഒരിക്കലും ഞാൻ ഇതിന് ഒപ്പുവെക്കില്ല, ഇതിനൊരിക്കലും ഞാൻ കൂട്ടു നിൽക്കില്ല. എന്താ രേവതി, നിന്റെ അനിയനല്ലേ ഇത്? നിന്റെ ശരത്ത് അനിയനെ പോലെ തന്നെയല്ലേ നിനക്ക് ഈ പയ്യനും? പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അതുമല്ല ഇതൊക്കെ സർവ്വസാധാരണമല്ലേ ഇപ്പൊ ഈ ലോകത്ത് ഇതൊക്കെ നടക്കുന്നതല്ലേ? ഇവര് തമ്മില് വിവാഹം കഴിച്ചു, അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്, അവര് രണ്ടുപേരുമാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? പിന്നെ അവർ ചെയ്തത് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നൊന്നുമല്ല. ഏതായാലും വിവാഹം കഴിഞ്ഞു, നിന്റെ അനിയനാണ്, അവരുടെ ജീവിതം നന്നായിട്ട് പോകണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ രേവതി? നീ ഇതിനകത്ത് ഒപ്പുവെക്കുകയാണെങ്കിൽ, സാക്ഷിയായിട്ട് ഒപ്പുവെക്കുകയാണെങ്കിൽ ഇവരുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ടേക്ക് പോകും. എല്ലാം അച്ഛനും അമ്മയും ഒക്കെ പുറത്ത് ഇവരുടെ രണ്ട് വീട്ടുകാരും സ്വീകരിക്കും. അതുകൊണ്ട് രേവതി ഒരു കാര്യം ചെയ്യ്, ഇതിനകത്ത് ഒപ്പുവെക്കാൻ പറഞ്ഞു. രേവതി പറഞ്ഞു, അല്ല തിരുമേനി, എനിക്ക് പേടിക്കൊന്നും വേണ്ട രേവതി, നീ ഇതിനകത്ത് ഒപ്പുവെക്കാൻ പറഞ്ഞു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ശ്രീകാന്ത് മുമ്പിൽ വന്നിട്ട് ഒപ്പുവെച്ചാൽ മാത്രം പോരെ ഏടത്തി, അച്ഛന്റെ സ്ഥാനത്ത് നിന്നും അമ്മയുടെ സ്ഥാനത്ത് നിന്നും ഏട്ടന്റെ സ്ഥാനത്ത് നിന്നും ഞങ്ങളെ ഏടത്തി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കാലയിലേക്ക് അങ്ങ് വീഴുകയും ചെയ്തു. രേവതിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയത്തില്ലാത്തൊരവസ്ഥ. രേവതിക്ക് അവരെ തട്ടി മാറ്റിയിട്ട് പോകാൻ പറ്റുമോ? രേവതിയുടെ മനസ്സ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം രേവതിക്ക് അവരെ ഇഷ്ടമാണ്, അവർ വിവാഹം കഴിക്കുന്നതും താല്പര്യമായിരുന്നു. പക്ഷെ കുടുംബത്തോടെ അങ്ങനെ അംഗീകരിച്ചിട്ടൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു. എന്നിരുന്നാലും അവരെ അനുഗ്രഹിച്ചു കേട്ടോ നമ്മുടെ രേവതി. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഞാൻ ഒപ്പിട്ട് തരാം. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അതിങ്ങ് എടുക്കാൻ പറഞ്ഞു. ഒപ്പിട്ട് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നീ അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീരാന്നുള്ളതേ ഉള്ളൂ. നീ അച്ഛനെ കണ്ട അച്ഛനോട് മാപ്പ് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് സച്ചേട്ടൻ അറിഞ്ഞാൽ മതി. നീ ആദ്യം അച്ഛനോട് പോയി സംസാരിക്കണം. നിങ്ങൾ രണ്ടും കൂടെ വീട്ടിലേക്ക് വരണം. ഏതായാലും നമുക്ക് ഒപ്പം പോകണ്ട, ഞാൻ ആദ്യം പോകാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ രേവതി അവിടെ നിന്ന് ആദ്യം വീട്ടിലേക്ക് പോവുക. അതിനിടയിലാണ് റോഷൻ അമ്പലത്തിലെത്തുന്നത്. റോഷൻ അമ്പലത്തിലെത്തുമ്പം ആട് കടന്നിടത്ത് പൂടയില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ വർഷേനെ കാണുന്നില്ല. ആ വിവാഹം കഴിയുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ റോഷൻ ആകെ മൊത്തം അവിടേക്ക് അന്വേഷിക്കുകയാണ്. അവിടേക്ക് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ ഉള്ളവർ പറഞ്ഞു, ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു ഇവിടെ, ആ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫോട്ടോ കാണിച്ച് എല്ലാവരെയും ഇങ്ങനെ നോക്കിപ്പിച്ചു. അപ്പോഴത്തേക്കാണ് പറഞ്ഞത്, അതെ ഈ പെൺകുട്ടിയുടെ കല്യാണമാണല്ലോ കഴിഞ്ഞത്, ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ചെറുക്കനുമായിട്ട് അങ്ങ് പോയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ റോഷന് മനസ്സിലാകുന്നത് വർഷയുടെ കല്യാണത്തിന് ആയിരുന്നു റോഷൻ വർഷേനെ കൊണ്ടുവിട്ടായിരുന്നു. റോഷൻ പറഞ്ഞു, അവളെന്നെ ചതിച്ചു അല്ലേ, ഒരിക്കലും ഇതിന് ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കില്ല. ഈ റോഷൻ ആരാണ് നമ്മൾ കാണാൻ പോകുന്നതുള്ളൂ എന്ന് പറഞ്ഞ് നേരെ ചെല്ലുന്നത് എങ്ങോട്ടേക്കാ? നേരെ വർഷയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക്. അവിടെ ചെല്ലുമ്പോൾ വർഷേനെ കാണുന്നില്ല. വർഷയുടെ അച്ഛനും അമ്മയും ചോദിച്ചു, എടാ റോഷ, മോനെ എന്തിയടാ വർഷാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എന്തിയ വർഷാന്നല്ലേ, നിങ്ങളുടെ മോളെ എന്നെ
ചീറ്റ് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞു. ചീറ്റ് ചെയ്തിട്ട് പോയിന്നോ? നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ അവളെ നിന്റെ കൂടെ അയച്ചത്? എന്നെ വിശ്വസിച്ച് നിങ്ങൾ അയച്ചു. ഏതായാലും നിങ്ങളെ മോള് ചില്ലറക്കാരിയല്ല. നിങ്ങളെ മോളുടെ കല്യാണവും കഴിഞ്ഞു കാണും ഇപ്പം. നിങ്ങളുടെ മോളുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ കേട്ടു. ശരിയാണോ സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും എന്നെ ചതിച്ച് അവള് ഒരിക്കലും സമാധാനത്തോടു കൂടി ജീവിക്കില്ല. ഈ റോഷൻ ആരാണെന്നും റോഷന്റെ കുടുംബക്കാരാണെന്നും റോഷൻ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് റോഷൻ പോയി. ഇതേ സമയത്താണ് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നത് ശ്രീകാന്ത് വർഷേനെ കൊണ്ടുപോയി എന്ന്. അങ്ങനെ നമ്മുടെ വർഷയുടെ അച്ഛൻ, ബാഡി നമുക്ക് പോകാം, ഇത് വേറെ ആരോടും അല്ല ചോദിക്കേണ്ടത്, ഇതാ അവനോട് തന്നെയാ. അവനോട്, ആ വൃത്തികെട്ടവനോട്, രവീന്ദ്രനോട് വീട്ടിൽ കയറി ഇന്ന് ഞാൻ അവനെ വെട്ടൂടി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇവര് വർഷയുടെ അച്ഛനും അമ്മയും കൂടെ നമ്മുടെ രവീന്ദ്രന്റെ അടുത്തേക്ക് വിടുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ എവിടെയോ പോകാനൊക്കെ ഇങ്ങനെ തയ്യാറായിട്ട് എടുത്തോണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഏതായാലും ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ വർഷയുടെ അച്ഛനും വർഷയുടെ അമ്മയും കൂടെ നമ്മുടെ ചന്ദ്രനെ രവീന്ദ്രനെ എടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ വെക്കുകയാണ്. പക്ഷെ ചന്ദ്രയ്ക്ക് രവീന്ദ്രനും സത്യമൊന്നും അറിയില്ല. ചന്ദ്രയും രവീന്ദ്രനും പറയുന്നത് ഞങ്ങളുടെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ ചെയ്ത കാര്യം അറിയില്ലല്ലോ. അതിനിടയിൽ പോലീസുകാർ വരികയും പോലീസുകാർ രവീന്ദ്രനെ പിടിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നാളെ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കാണുക. എല്ലാവർക്കും വീണ്ടും ഒരു നല്ല രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ID നമ്മുടെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് കയറി കാണണോട്ടോ ആ ഒരു വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ റെയിൻബോ റൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ സ്കൂളിൽ. അപ്പം അതിന് നമുക്കൊരു ചെറിയൊരു കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ടിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കമൻ്റൊക്കെ ഇടണം കേട്ടോ. ഒരു ചെറിയൊരു വീഡിയോ ആണ്, നമ്മുടെ ലഹരി വിമുക്ത കേരളം എന്ന ഒരു പരിപാടിയായിട്ട് അനുബന്ധിച്ചാണ്. അപ്പം അതുപോലെ ഒരു ചെറിയൊരു സ്കിറ്റ് ഞങ്ങൾ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഏതായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ID നമ്മുടെ കമന്റ് ബോക്സ് ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.